അന്ന് വേണമെങ്കിൽ ഫഹദ് എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് ഫഹദിനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. 20 ദിവസം എൻ്റെ വീട്ടിലാണ് ഇന്നസെൻ്റ് താമസിച്ചിരുന്നത്. ആ 20 ദിവസം ചിരിച്ച മാതിരി എൻ്റെ ലൈഫിൽ ഞാൻ ചിരിച്ചിട്ടില്ല. ഫഹദ് ഫാസിലായിട്ടുള്ള ഒരു നല്ല മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഫഹദായിട്ട് ഇപ്പം എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. അന്ന് 22 ഫീമെയിൽ പിടിച്ചപ്പം ഐ മീൻ യെസ് ഓഫ് കോഴ്സ് ഐ മീൻ അന്ന് വേണമെങ്കിൽ ഫഹദ് എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് ഫഹദിനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് കാരണം ഫഹദിനെ കാണാൻ പോണില്ല, അത്രേ ഉള്ളൂ. ഇല്ല, എനിക്ക് അങ്ങനെ ആരും കാണാൻ താല്പര്യമില്ല. അങ്ങനെയൊന്നുമില്ലടൂ. എന്തിനാ അവരവരുടെ വലിയ വലിയ ആൾക്കാർ, വലിയ വലിയ സ്റ്റാർസ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദെയർ ബട്ട് ഐ മിസ് ഇന്നസെൻ്റ് ഏട്ടൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 ദിവസം എൻ്റെ വീട്ടിലാണ് ഇന്നസെൻ്റ് ഏട്ടൻ താമസിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ തറവാട്ടിൽ മമ്മുക്കോയ ലെഫ്റ്റ് സൈഡിൽ കോട്ടേജിൽ ഫ്രണ്ട് റൂമിൽ ഇന്നസെൻ്റ് ഏട്ടൻ, അതിന് തൊട്ടപ്പുറത്തെ മുറിയിൽ ഞാനും അവിടെ തന്നെ താമസിക്കും. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം. വൈകുന്നേരം ആകുമ്പം ഞങ്ങളെല്ലാം കൂടി ഒരു സഭയുണ്ട്. അപ്പോൾ ഞാൻ ചാള വറക്കും. ചാള വറപ്പിച്ചിട്ട് ജൂഡി ഫാങ് എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് ഉണ്ട്, ബ്രാൻഡി. ഞങ്ങൾ വൈകുന്നേരം ഒരു 7-8 മണിയാകുമ്പോൾ ഞങ്ങൾ കൂടും. ആ സമയത്ത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഡയലോഗ്സ് ഉണ്ട്. ഊഫ്, ആ 20 ദിവസം ചിരിച്ച മാതിരി എൻ്റെ ലൈഫിൽ ഞാൻ ചിരിച്ചിട്ടില്ല. പുള്ളിയുടെ ഡയലോഗ്സ്, ആ ചിരിക്കുമ്പം പുള്ളി പറയും, ആ ചിരിച്ചോ ചിരിച്ചോ, ഫ്രീ ആയിട്ട് ചിരിച്ചോ. എന്നെ ന്യൂയോർക്കിലേക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടാണ് അവരെ ചിരിപ്പിക്കണേ. ഇവിടെ ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് നീ ഫ്രീ ആയിട്ട് ചിരിച്ചോ. അതുപോലും പുള്ളി ഹ്യൂമറിലടിക്കുക. ആ 20 days എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഞാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് എ ബിഗ് എക്സ്പീരിയൻസ് ഫോർ മീ ബിക്കോസ് ഇവരായിട്ട് മിങ്കിൾ ചെയ്യാനും ഇവരായിട്ടുള്ള ഇതും. എൻ്റെ ഒരു സിനിമയിൽ പുള്ളി ആക്ട് ചെയ്തതാണ്. വലിയൊരു ആക്ടറാണ് ഇന്നസെൻ്റ് ഏട്ടൻ. നമ്മുടെ ഇടയിൽ നിന്നെല്ലാം പിരിഞ്ഞു പോയെങ്കിൽ പോലും ഓഫ് കോഴ്സ് അങ്ങനെ വലിയ ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ബട്ട് ഫോർ മീ പുള്ളി എന്ന് പറയണത് ഒരു അങ്ങനത്തെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. സോ വെരി ഇൻട്രസ്റ്റിംഗ് ഹ്യൂമൻ ബീയിങ്. അങ്ങനെ ലോട്ട് ഓഫ് പീപ്പിൾ നമ്മൾ പലരായിട്ടും ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതാ പണ്ടത്തെ മൂവിയും ഇപ്പോഴത്തെ മൂവിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതെന്താണോ ആരും പറയാത്തത്. പണ്ട് കാരവനില്ല. അപ്പം മൂവി പല സെറ്റിലും മൂവിയുടെ ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഇപ്പുറത്തിരുന്ന് ചീട്ട് കളിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പം കാശ്മീരം പിടിക്കുമ്പം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒത്തുചേരും. ആ ഷൂട്ട് കഴിഞ്ഞ് ഒരു 8 മണിക്ക് എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർത്ത് ഒരു ഡ്രിങ്കൊക്കെ അടിച്ച് തമാശയും പറഞ്ഞ് അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ചോൾ എന്താ പറയുക, എല്ലാം പക്ക പ്രൊഫഷണൽ കഴിഞ്ഞു പോയി. എവറിത്തിങ് ഇസ് ചേഞ്ച്ഡ്. ഭയങ്കര ചേഞ്ച് വന്നു കഴിഞ്ഞു. അതാ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഭയങ്കര രസമായിരുന്നു.